നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് കർക്കിടകത്തിലെ ചൊവ്വാഴ്ചകളിൽ ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ്. ഈ കർക്കിടക മാസത്തിലെ ചൊവ്വാഴ്ചകളിൽ ഈ ഒരു വഴിപാട് ചെയ്യുന്നത് വഴി എന്താണ് അതിനുള്ള ഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടങ്ങൾ കുറഞ്ഞു കിട്ടും. കർക്കിടക മാസത്തിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച ചെയ്താൽ മതി. കർക്കിടക മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് നാളെ. അപ്പോൾ നാളെ തന്നെ ചെയ്യാൻ സാധിക്കും എന്നുള്ളവർക്ക് നാളെ തന്നെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നാളെ ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഇനി 3 ചൊവ്വാഴ്ചകൾ കൂടി കർക്കിടക മാസത്തിൽ വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച ഈ ഒരു വഴിപാട് ചെയ്താൽ മതി. അപ്പോൾ നാളെ തന്നെ ചെയ്യാൻ സാധിക്കും എന്നുള്ളവർക്ക് നാളെ തന്നെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നാളെ ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഇനി 3 ചൊവ്വാഴ്ചകൾ കൂടി കർക്കിടക മാസത്തിൽ വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച ഈ ഒരു വഴിപാട് ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിലെ ചൊവ്വാഴ്ചകളിൽ ചെയ്യണം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, കർക്കിടക മാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ കർമ്മവിനകൾ കുറയ്ക്കുന്ന ഒരു മാസമാണ്. ഈ ഒരു മാസം നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾ, രാമായണ പാരായണം, പൂജകൾ, അങ്ങനെ ഏതൊരു നല്ല പ്രവൃത്തി നമ്മൾ ഈ ഒരു മാസം ചെയ്താലും അത് നമ്മുടെ കർമ്മവിനകളെ കുറയ്ക്കുമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കർമ്മവിനകൾ കർക്കിടക മാസത്തിൽ കുറയ്ക്കാൻ സാധിക്കും എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, കർക്കിടക മാസത്തിൽ വ്യാഴഗ്രഹം വളരെയധികം ബലവാനായിട്ടും അതുപോലെ ചൊവ്വ വളരെ നീചത്തിലും അതുപോലെ ചന്ദ്രൻ എല്ലാ നല്ല ഫലങ്ങളും നമുക്ക് കൂടുതലായി നൽകുകയും ചെയ്യും. നമുക്ക് കടങ്ങളാണെങ്കിലും കർമ്മങ്ങളാണെങ്കിലും കൂടുതലായി നൽകുന്ന ഗ്രഹം ഏതാണ് എന്ന് പറഞ്ഞാൽ ചൊവ്വാഗ്രഹമാണ്. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും മാതാപിതാക്കൾ അത് ക്ഷമിക്കുന്നത് പോലെയാണ്. അതുപോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മവിനകളിൽ നിന്നും ഈ ഒരു മാസം നമ്മൾ ചെയ്യുന്ന പൂജകൾ, വഴിപാടുകൾ, നാമജപത്തിലൂടെ നമുക്ക് ഫലം ലഭിക്കുന്നത്. കർക്കിടക മാസത്തിൽ വരുന്ന ചൊവ്വാഴ്ച നമുക്ക് എത്ര കടങ്ങളുണ്ടെങ്കിലും ആ ഒരു കടത്തിൻ്റെ ഒരു ചെറിയ തുകയെങ്കിലും നമ്മൾ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അതേ രീതിയിലുള്ള കടങ്ങൾ വാങ്ങേണ്ടി വരില്ല. പൊതുവെ ചൊവ്വാഴ്ചകളിൽ കടങ്ങൾ തിരിച്ചടച്ചാൽ അത് നമുക്ക് വളരെ പെട്ടെന്ന് തീർന്നു കിട്ടും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതിൽ തന്നെ കർക്കിടകത്തിലെ ചൊവ്വാഴ്ച നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കടങ്ങൾ തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അടച്ചു തീർക്കാൻ സാധിക്കും. ചിലർക്ക് ചൊവ്വാഗ്രഹം കേതുവിൻ്റെ ദൃഷ്ടിയിലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് എത്ര ശ്രമിച്ചാലും കടങ്ങൾ തിരിച്ചടയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും ഈ കർക്കിടക മാസത്തിൽ വരുന്ന ചൊവ്വാഴ്ച ചൊവ്വാഹോരയിൽ കടങ്ങൾ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ കടങ്ങൾ മുഴുവനായും തിരിച്ചടയ്ക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ ചൊവ്വാഴ്ച നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ചൊവ്വാഴ്ച ചൊവ്വാഹോരയിലാണ് ചെയ്യേണ്ടത്. ചൊവ്വാഴ്ച ചൊവ്വാഹോര വരുന്നത് രാവിലെ 6 മണി മുതൽ 7 മണി വരെയും ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെയും രാത്രിയിൽ 8 മുതൽ 9 വരെയുമാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൃക് പഞ്ചാംഗിൽ ചൊവ്വാഴ്ച രാവിലെ തന്നെ ടുഡേയ്സ് ഹോര എന്ന അല്ലെങ്കിൽ ആ ഡേറ്റ് എൻ്റർ ചെയ്ത് ആ ദിവസത്തെ ഹോര കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു സമയം മുതലുള്ള 1 മണിക്കൂറാണ്. ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ എന്നുള്ളത് കോമൺ ആയിട്ടുള്ളൊരു സമയമാണ്. എന്നാൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് എക്സാക്റ്റ് ടൈം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് ഗൂഗിളിൽ പോയി ടുഡേയ്സ് ഹോര എന്ന് എൻ്റർ ചെയ്യുക. നിങ്ങൾക്കപ്പോൾ മാർസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, ചൊവ്വ. അപ്പോൾ ആ ഒരു ടൈം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ അവിടുത്തെ ചൊവ്വ ഹോരയിൽ വേണം ഇത് ചെയ്യേണ്ടത്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് അപ്പോൾ ഹോരയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഗണപതി കോവിലിൽ പോയി ഒരു തേങ്ങ ഉടയ്ക്കുക. രണ്ടാമതായി ചെയ്യുമ്പോഴാണ് ചൊവ്വ ഹോര തന്നെ നോക്കി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടയ്ക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ എമൗണ്ട് ബാങ്കിലേക്ക് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വലിയൊരു ലോണാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ചെറിയൊരു എമൗണ്ട് ഒന്നും ബാങ്ക് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചൊവ്വാഹോരയിൽ നമുക്ക് സാധിക്കുന്ന ഒരു തുക 50 രൂപയായിരിക്കാം, 100 രൂപയായിരിക്കാം. അത് തിരുപ്പതി ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, തിരുപ്പതിയിൽ പോകാൻ സാധിക്കും എന്നുള്ളവർക്ക് തിരുപ്പതി ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കവറെടുത്ത് തിരുപ്പതി ഭഗവാന് കടങ്ങൾ വീട്ടി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് എഴുതിയിട്ട് അതിനകത്തിട്ട് വെക്കുക. എന്തിനാണ് എഴുതാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒരുപാട് കവറുകൾ നമ്മൾ ഇതുപോലെയൊക്കെ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കും, പിന്നീട് മറന്നുപോകും എന്തിനാണ് വെച്ചിട്ടുള്ളതെന്ന്. അതുകൊണ്ടാണ് അതെന്തിനാണ് എന്നുള്ളത് വ്യക്തമായി ആ കവറിന് മുകളിൽ എഴുതി ആ കവറിനകത്ത് പൈസ വെച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ തിരുപ്പതിയിൽ പോകാൻ സാധിക്കില്ല എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ദേവീക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിച്ചിട്ട്
അത് ആ കവറിന് മുകളിൽ എഴുതി ആ പണം അതിനകത്ത് ചൊവ്വാഴ്ച ചൊവ്വാഹോരയിൽ ഭക്തിയോടുകൂടി ചെയ്യുക. ഇത് രാവിലെ വരുന്ന ചൊവ്വാഹോരയിലോ ഉച്ചയ്ക്ക് വരുന്ന ചൊവ്വാഹോരയിലോ ചെയ്യാവുന്നതാണ്. കാരണം സന്ധ്യയ്ക്ക് നമ്മൾ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നമുക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം നൽകുന്നത് ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മിയാണ്. അപ്പോൾ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ദിവസത്തെ പ്രാർത്ഥന കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ചൊവ്വാഴ്ച വൈകുന്നേരം എങ്ങനെയാണ് മഹാലക്ഷ്മിയെ പൂജിക്കേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് വേണം മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കോലം വരയ്ക്കണം. സ്വസ്തിക്ക് കോലമാണ് വരയ്ക്കേണ്ടത്. സ്വസ്തിക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്വസ്തിക്ക് വരയ്ക്കാൻ അറിയില്ല എന്നുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് സ്വസ്തിക്ക് വരയ്ക്കുക. മൈ ഡിവൈൻ വർഷിപ്പ് സ്വസ്തിക് എന്ന് എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സ്വസ്തിക്ക് വരയ്ക്കുമ്പോൾ 3 നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എന്ന് വ്യക്തമായി കേൾക്കുക. ആദ്യം നമ്മൾ സ്വസ്തിക്ക് വരയ്ക്കുന്നത് അരിപ്പൊടി കൊണ്ടോ അല്ലെങ്കിൽ അരി അരച്ച ആ അരിമാവ് കൊണ്ടോ ആണ് വരയ്ക്കേണ്ടത്. അതിന് മുകളിലായിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ ആ വെള്ള നിറത്തിന് മുകളിൽ, അതായത് വെള്ള നിറം കഴിഞ്ഞിട്ട് അതിന് മുകളിലായിട്ട് അതേ അരിപ്പൊടിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ സ്വസ്തിക്കിനൊരു യെല്ലോ കളർ ഔട്ട്ലൈൻ കൊടുക്കുക. ഇനി നമുക്ക് 4 പൊട്ടുകളാണ് ഇടേണ്ടത്. ഈ 4 പൊട്ടുകൾ കുങ്കുമം കൊണ്ടാണ് ഇടേണ്ടത്. കുങ്കുമം എന്ന് പറയുമ്പോൾ 2 നിറത്തിൽ കുങ്കുമം കിട്ടും. ഒന്ന് നല്ല റെഡ് കളറിലും ഒന്ന് മെറൂൺ കളറിൽ. അതിനെ താഴമ്പൂ കുങ്കുമം എന്നാണ് പറയുന്നത്. നമുക്കിവിടെ നല്ല റെഡ് കളറിലുള്ള കുങ്കുമമാണ് ആവശ്യം, മെറൂൺ കളറിലെ കുങ്കുമമല്ല. അപ്പോൾ നമ്മുടെ സ്വസ്തിക്കിൽ 3 നിറങ്ങളുണ്ട്. ഒന്ന് വെള്ള, പിന്നെ നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തത് യെല്ലോ നിറം, പിന്നെ നമ്മൾ മൂന്നാമതായി പൊട്ടിട്ടത് ചുവന്ന നിറത്തിലുമാണ്. നിങ്ങൾ അരി അരച്ചാണ് കോലം വരയ്ക്കുന്നതെങ്കിൽ എപ്പോഴും അതിൽ ഒരു നുള്ളു പച്ചക്കർപ്പൂരവും 2 ഏലക്കയുടെ കുരുവും കൂടി ചേർത്ത് അരി അരയ്ക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ തന്നെ മണമുണ്ടാക്കുന്ന വസ്തുക്കളാണ്. സുഗന്ധം നൽകുന്ന എല്ലാ വസ്തുക്കളും മഹാലക്ഷ്മിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. മാത്രമല്ല നമുക്കിവിടെ ഈ ഒരു സ്വസ്തിക്ക് വരച്ചു കഴിയുമ്പോൾ ഒരു ആകർഷണം കൂടി ലഭിക്കും. ഇതുപോലെയുള്ള സുഗന്ധ വസ്തുക്കൾ നമ്മൾ ആ അരിപ്പൊടിയിൽ ചേർക്കുമ്പോൾ. അപ്പോൾ 3 നിറങ്ങൾ നമ്മൾ ആ സ്വസ്തിക്കിൽ ഉപയോഗിച്ചു. എന്താണ് ആ 3 നിറങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വെള്ള നിറം ചന്ദ്രനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, മഞ്ഞ നിറം ഗുരുഗ്രഹത്തിനെയാണ്, ചുവന്ന നിറം ചൊവ്വാഗ്രഹത്തിനെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കടങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രഹം നീച്ച ചൊവ്വയാണ്. അപ്പോൾ ആ ചൊവ്വാഗ്രഹത്തിനെയാണ് റെഡ് കളർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ മഹാലക്ഷ്മിയുടെ ഫോട്ടോയ്ക്ക് നമുക്ക് സാധിക്കുന്ന പൂക്കളൊക്കെ സമർപ്പിച്ച് ഒരു നിലവിളക്ക് കൊളുത്തി വെച്ചു. നിലവിളക്കിനടുത്തായിട്ടാണ് ഈ ഒരു കോലം വരയ്ക്കുന്നത്. വളരെ ചെറുതായിട്ട് വരച്ചാൽ മതി. ഇനിയിപ്പോൾ വിളക്കിനടുത്ത് ഇത് വരയ്ക്കാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ഒരു പലകയിൽ വരയ്ക്കാം. ഇനി നിലത്താണ് വരയ്ക്കുന്നതെങ്കിൽ അവിടെ കുറച്ച് മഞ്ഞൾ വെള്ളം, റോസ് വാട്ടറൊക്കെ തളിച്ച് നിലം ശുദ്ധിയാക്കിയിട്ട് വേണം വരയ്ക്കേണ്ടത്. പൂജ കഴിയുമ്പോൾ തുടച്ച് കളയുകയും വേണം. ഇതുപോലെ നമ്മൾ വരയ്ക്കുന്ന കോലമൊന്നും നമ്മൾ ചവിട്ടാൻ പാടില്ല, നടക്കുന്ന സ്ഥലത്ത് വരയ്ക്കാനും പാടില്ല. ഇനി ഈ ഒരു കോലം വരയ്ക്കുമ്പോൾ നമുക്ക് പഞ്ചഭൂതങ്ങളിൽ ഭൂമി തത്വത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഏതൊരാൾക്കാണോ അയാളുടെ ജാതകത്തിലാണെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിലാണെങ്കിലും ഭൂമി തത്വത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ ഭൂമി തത്വം ഡീആക്ടിവേറ്റ് ആയി ഇരിക്കുന്നത്, അയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ കടങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ ഈ സ്വസ്തിക്ക് വരയ്ക്കുന്നത് തന്നെ ഭൂമി തത്വത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. മാത്രമല്ല സ്വസ്തിക്ക് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ അഷ്ടമംഗള വസ്തുക്കളിൽ ഒന്നുകൂടിയാണ്. ഭൂമി തത്വം നമുക്ക് ആക്ടിവേറ്റ് ആണെങ്കിൽ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വില കൂടിയ വസ്തുക്കളും നമുക്ക് ലഭിക്കും. എന്തൊക്കെയാണ് ഭൂമിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വില കൂടിയ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ സ്വർണം, വെള്ളി, വസ്തുക്കൾ, വീട് നമ്മൾ ഭൂമിയിലാണല്ലോ വെക്കുന്നത്. കാറിൻ്റെ എല്ലാ പാർട്സും ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള സുഖഭോഗങ്ങളെല്ലാം തന്നെ ഭൂമിയിൽ നിന്ന് വരുന്നവയാണ്. അപ്പോൾ രാവിലെ നമ്മൾ ഗണപതി ഭഗവാന് തേങ്ങ ഉടച്ചു. അതുപോലെ തന്നെ ചൊവ്വാഹോരയിൽ കടത്തിൻ്റെ ഒരു ചെറിയ പാർട്ട് അടച്ചു. വൈകുന്നേരം നമ്മൾ ലക്ഷ്മി പൂജയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ കടങ്ങൾ അടച്ചു തീർക്കാനുള്ള ഒരു വഴി നമുക്ക് തുറന്ന് കിട്ടുന്നത്.
ഏതൊരു പൂജയും സ്ത്രീകൾക്കും ചെയ്യാം, പുരുഷന്മാർക്കും ചെയ്യാമെന്നുണ്ടെങ്കിലും ഈ ഒരു പൂജ വീട്ടിലെ സ്ത്രീകൾ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അതും പൂജ ചെയ്യുമ്പോൾ ചുവന്ന നിറത്തിലുള്ള ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ വളരെ വളരെ നല്ലതാണ്. എന്താണ് ഇവിടെ ചുവപ്പിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ, സ്ത്രീ എന്ന് പറയുന്നത് ശുക്രഗ്രഹമാണ്. അപ്പോൾ റെഡ് കളർ എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പോൾ അവിടെ ചൊവ്വ ശുക്ര കോമ്പിനേഷനാണ് നടക്കുന്നത്. പിന്നെ നമുക്കിവിടെ നിവേദ്യമായിട്ട് പാലേ ഉള്ളൂ എങ്കിൽ പാല് കാച്ചി വയ്ക്കാം, അല്ലെങ്കിൽ പാൽപ്പായസമോ അവൽ പായസമോ അതൊക്കെ അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ ഒരു ഗ്ലാസ് പാലെങ്കിലും നിവേദ്യമായി സമർപ്പിച്ചാൽ മതി. ഫ്രൂട്ട്സ് ഉള്ളവർക്ക് ഫ്രൂട്ട്സും വയ്ക്കാം. ഫ്രൂട്ട്സ് വയ്ക്കുന്നതിനോടൊപ്പം നിർബന്ധമായിട്ടും വേണ്ടുന്ന ഒരേ ഒരു നിവേദ്യം പാലാണ്. അപ്പോൾ നമ്മൾ ചൊവ്വ ശുക്ര കോമ്പിനേഷനോടുകൂടി നമ്മൾ ഇരിക്കുന്നു. ചൊവ്വ ശുക്ര കോമ്പിനേഷനുള്ള ആൾക്ക് എല്ലാവിധത്തിലുമുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചൊവ്വ ശുക്ര കോമ്പിനേഷൻ ആയത് എന്ന് പറഞ്ഞു. നമ്മുടെ മുന്നിൽ മഹാലക്ഷ്മിയുടെ അഷ്ടമംഗള വസ്തുവായ സ്വസ്തിക്കാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ മഹാലക്ഷ്മിയുടെ 108 നാമങ്ങളാണ് ചൊല്ലുന്നത്. അപ്പോൾ സ്വസ്തിക്കിനാണ് നമ്മൾ അർച്ചന ചെയ്യുന്നത്. പൂക്കൾ കൊണ്ടോ, മുല്ലപ്പൂക്കൾ, താമരപ്പൂക്കൾ, ഏത് പൂക്കൾ കൊണ്ടും അർച്ചന ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ പൂക്കൾ കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്വസ്തിക്കിലേക്ക് ആ പൂക്കളെല്ലാം എടുത്തിടാൻ പാടില്ല. ഓരോ നാമങ്ങൾ ചൊല്ലി സ്വസ്തിക്കിലേക്ക് കാണിച്ച് ആ സ്വസ്തിക്കിനടുത്തായിട്ടൊരു പ്ലേറ്റോ അല്ലെങ്കിൽ വാഴയിലയോ വെച്ച് അതിലേക്ക് വേണം നമ്മൾ അർച്ചിക്കുന്ന വസ്തുക്കൾ ഇടേണ്ടത്. അപ്പോൾ നാമമൊക്കെ ചൊല്ലിയതിന് ശേഷം ദേവിയോട് മനമൊരുകി നമ്മുടെ ആവശ്യം എന്താണോ, നമ്മുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള വഴി നമുക്ക് തുറന്നു തരണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈശ്വരൻ നമുക്ക് അവസരങ്ങളാണ് നൽകുന്നത്. അപ്പോൾ ആ അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഈശ്വരൻ നമ്മുടെ കയ്യിലേക്ക് പണം നൽകില്ല, പകരം നമുക്ക് ആ പണം ലഭിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തരും. അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മിടുക്ക്. അപ്പോൾ ഈ ദേവിയോട് മനമൊരുകി നമ്മുടെ കടങ്ങൾ അടച്ചു തീർക്കാനുള്ള വഴി നമുക്ക് തുറന്നു തരണം എന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം ദീപ ധൂപ ആരതി എടുത്ത് നിവേദ്യം സമർപ്പിച്ച് ദേവിയോട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിക്കുകയും വേണം. ആദ്യം ഏതൊരു പൂജ തുടങ്ങുമ്പോഴും ഗണപതി ഭഗവാനെയാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ ഗണപതി ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ കറുകയോ പൂക്കളോ സമർപ്പിച്ച് ഓം ഗം ഗണപതിയെ നമ ചൊല്ലി എന്നിട്ട് വേണം ഇതൊക്കെ തന്നെ ചെയ്യേണ്ടത്. മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി വെക്കാൻ സാധിക്കുന്നവർക്ക് മഞ്ഞൾ ഗണപതിയെയും ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഏതൊരു പൂജ തുടങ്ങുമ്പോഴും ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പൂജ തുടങ്ങേണ്ടത്. കർക്കിടക മാസത്തിലെ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ചയെങ്കിലും ഈ ഒരു കാര്യം ഭക്തിയോടുകൂടി പൂർണ്ണ വിശ്വാസത്തോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായും നമ്മുടെ കടങ്ങൾ തീർക്കുന്നതിന് ദേവി നമുക്കൊരു വഴി തുറന്നു തരിക തന്നെ ചെയ്യും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.